ഹലോ അസ്സാം വലൈക്കും. എന്തൊക്കെയുണ്ട് എല്ലാവരുടെ വിശേഷങ്ങളും? എല്ലാവർക്കും സുഖമല്ലേ? അപ്പോൾ നമുക്ക് എല്ലാവർക്കും ഇവിടെ സുഖമായിരിക്കണം. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഇഷ്ടപ്പെടാൻ വീഡിയോക്ക് ഒരു ലൈക്ക് കൊടുക്കുക, അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ഒക്കെ ചെയ്യ്, നമ്മൾ സപ്പോർട്ട് ചെയ്യ്. ഇന്ന് നമ്മൾ ഉള്ളിൽ നിന്നാണ് വീഡിയോ എടുക്കുന്നത്. പുറത്ത് JCB വന്ന് നിൽക്കുന്നുണ്ട്, അതുകൊണ്ട് ഉള്ളിൽ നിന്നാണ് ഇന്നത്തെ നമ്മളെ വീഡിയോ ഇടാം. സമയം 7 മണി ആവുന്നത്. നമ്മൾ വീഡിയോ ഇടുന്നത് അന്നത്തെ വീഡിയോ അല്ല കേട്ടോ, അത് ഇന്നലത്തെ വീഡിയോ. തലേ ദിവസം വീഡിയോ എടുത്ത് വെക്കും, പിറ്റേന്ന് വിടും, അങ്ങനെയാണ് നമ്മൾ ചെയ്യുന്നത് കേട്ടോ. നമുക്ക് അന്നാന്ന് വീഡിയോ എടുത്തുകൊണ്ട് ഇടാനുള്ള സമയം എഡിറ്റ് ചെയ്യുകയൊക്കെ ചെയ്യണ്ട. അപ്പോൾ അതിനുള്ള സമയം കിട്ടാത്തതുകൊണ്ട് തലേ ദിവസത്തെ വീഡിയോ ചെയ്യണത്. അപ്പോൾ നമ്മൾ ഋതുമോന് മദ്രസക്ക് പോകാനുള്ള സമയമൊക്കെ എത്രയെന്ന് ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്. നേരെ 7 മണി ആയിക്കണം. പിന്നെ പുറത്ത് ചെറുതായിട്ട് മഴയുണ്ട്, അപ്പോൾ ഓലവിടെ വന്ന് നിൽക്കുമ്പോൾ വീഡിയോ എടുക്കാനും മടിയാണ്. അപ്പോൾ അത് വിചാരിച്ചിക്കാണ്ട് ഉള്ളിൽ തന്നെ ഇന്നത്തെ നമ്മളെ വീഡിയോ കേട്ടോ. ഇന്നിപ്പോൾ ചായക്ക് കടി ഓട്ടടയാണ്. പിന്നെ കറിയൊന്നും ഉണ്ടാക്കിയിട്ടില്ല. ഋതുമോന് പഞ്ചസാരയും കൂട്ടിക്കാണ്ട് തിന്ന് പോയി. അപ്പോൾ ഇന്ന് കറിയൊന്നും ഉണ്ടാക്കണില്ല, അപ്പോൾ ഇത് മതി. അപ്പോൾ എന്താ JCB വന്ന് നിൽക്കണുണ്ടേനും. അപ്പോൾ അതിൻ്റെ മുന്നായിട്ട് ഞാൻ ചെയ്ത പണിയായിട്ടുണ്ട്. മുറ്റത്ത് മെറ്റൽ ഇങ്ങനെ ഉണ്ടല്ലോ, അത് കുറച്ച് ഞാൻ നീക്കിയിട്ടുണ്ട്. പിന്നെ ഈ മണ്ണും കല്ലൊക്കെ ഇങ്ങനെ മാന്തിയിരിക്കുമ്പോൾ മെറ്റൽ അടി പോയി വിചാരിച്ചുകൊണ്ട് ഒക്കെ ഒന്ന് മാന്തി സൈഡിലേക്ക് ഇങ്ങനെ എടുക്കുകയാണ്. എന്നിട്ട് നല്ലോണം നല്ല അടിച്ചു തരുന്നുണ്ട്. ഇനി ഈ ഭാഗങ്ങളിലൊക്കെ ചിലപ്പം ആണെങ്കിൽ പിന്നെ എന്താണ് മാന്തി വന്നിട്ടുണ്ടെങ്കിൽ കല്ലിങ്ങോട്ട് എടുത്തിടും, നമ്മൾ കാപ്പുറത്ത് ഇങ്ങോട്ട് എടുത്തിട്ടുണ്ട്. എന്നിട്ട് പിന്നെ അവിടെ പടവ് ഇട്ട് തരുന്നുണ്ട്. അതിന് വേണ്ടിയിട്ടാണ് ഞാൻ മുന്നൊരു ഷോർട്ട് വീഡിയോ എത്തിയിരുന്നില്ല, വെള്ളം ഒഴിച്ചു പോകുന്ന സ്ഥലം. ഒക്കെ നമുക്ക് കുറേ കാലമായിക്കണം ഞങ്ങൾ ഇതൊന്നൊരു ബുദ്ധിമുട്ട് അനുഭവിക്കൽ തുടങ്ങിയിട്ട്. വെള്ളം വന്ന് ഇങ്ങനെ ചാടിയിട്ട് അപ്പോൾ അത് പിന്നെ ശരിയാക്കി തരുന്നുണ്ട്. അതുകൊണ്ട് അതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ അത് അടുക്കളയിൽ നിന്ന് അടുപ്പൊക്കെ എടുത്ത് വെച്ചു. മഴ വന്നു, ഇനി ഭാഗത്തൊക്കെ മാന്തുമ്പോൾ മണ്ണ കല്ല് എന്തെങ്കിലും വന്ന് വീണാലും ജർസിക്കാണ്ടൊക്കെ മാറ്റി വെച്ചേക്കാണ്. നമുക്ക് ആ തോട് പണി കഴിഞ്ഞ് കിട്ടിയാൽ പിന്നെ നമുക്ക് അത്ര പ്രശ്നമില്ല കേട്ടോ, നമ്മളെ ബുദ്ധിമുട്ടൊക്കെ തീരും. അപ്പോൾ ഓട്ടടൊക്കെ ചുട്ടതിന് ശേഷം ചോറിനുള്ള വെള്ളം ഞാൻ അവിടെ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഇടയിൽ അത് തിളച്ച് വന്നുകൊണ്ട് അതിക്ക് അരി ഇട്ട് കൊടുത്തിട്ടുണ്ട്. നമുക്ക് ബാക്കിൻ്റെ മേലെ ഒരു മത്ത ഉണ്ടാക്കിയിട്ടുണ്ട്, അപ്പോൾ അത് ആക്കാം. കുഞ്ഞു മത്തണം വാക്കിൻ്റെ മോനും അതിന് വെച്ചിട്ട് വാക്കിന് ചൂടല്ല, അപ്പോൾ വല്ലാതെ കൊണ്ട് മതിയില്ല നമുക്ക്. ഇന്ന് നമുക്ക് അപ്പോൾ ചോറിന് മത്തൻ കൂട്ടാനും ചക്ക കൂട്ടാനാണ്, രണ്ടും കൂട്ടാനാണ്. മത്തൻ കൂട്ടാനും ഉണ്ടാക്കേണ്ടത്. അപ്പോൾ ചെറിയൊരു മത്തൻ ഉണ്ടായിരുന്നു, അപ്പോൾ അതൊക്കെ ഒന്ന് അറുത്ത് കൊടുന്ന് ഇനി അത് തൊലിയൊക്കെ ചെത്തിക്കാണ്ട് അരിഞ്ഞെടുക്കുകയാണ്. പിന്നെ ഈ മീനൊന്നും വാങ്ങിയില്ല, അതുകൊണ്ട് ഇനി ഇതുകൊണ്ടൊക്കെ ഒന്ന് ഒപ്പിച്ച് പോവാൻ വിചാരിച്ചിക്കാണ്ട് ഋതുമോൻക്ക് മുട്ട ഗ്രേവി ആക്കി കാണും, ഇങ്ങനെ ചിക്കി കൊടുക്കുമല്ലോ പിന്നെ ഉള്ളിയിൽ, അങ്ങനെ ചെയ്യാമെന്ന് വിചാരിച്ചു. എനിക്ക് മത്തനൊന്നും പറ്റില്ല. അപ്പോൾ അതൊക്കെ തൊലി ചെത്തിയെടുത്തു. അപ്പം നമുക്ക് ഉള്ളിലായതുകൊണ്ട് തന്നെ എളുപ്പമുണ്ട് കേട്ടോ, പാത്രങ്ങളൊക്കെ എടുത്ത് തന്നെ, അതുകൊണ്ട് എളുപ്പമുണ്ട്. മറ്റേത് നമ്മൾ പുറത്തേക്ക് കൊണ്ടുപോകും, പക്ഷേ ഉള്ളിലാവുമ്പോൾ പിന്നെ നമ്മൾ ഇങ്ങനെ നന്നാക്കി കൊണ്ടേ ഇരിക്കണ്ട. ആ ഒരു സുഖം പുറത്ത് ചെയ്യുമ്പോൾ നല്ല സുഖമാണ്. പുറത്താവുമ്പോൾ നമുക്ക് പിന്നെ എന്താണ് ഉണ്ടാക്കുന്ന പാത്രം അതിൻ്റെ സാധനങ്ങളൊക്കെ കുറച്ച് കൊണ്ടുപോയാൽ പോരാ. പിന്നെ നമ്മൾ അടുക്കള അങ്ങനെ അത് കേട് വരുന്നില്ലല്ലോ. നമ്മൾ ഭക്ഷണം ഉണ്ടാക്കുമ്പോൾ എല്ലാ സാധനവും എപ്പായി കിടക്കുക അങ്ങനത്തെ അത് ഇല്ല. പുറത്താവുമ്പോൾ നമുക്ക് എന്താണെന്നോ എല്ലാം ചെയ്ത് ഒന്നിച്ചാണ്ട് വെച്ചാൽ ഈ അടുക്കള നന്നാക്കിയിട്ടാൽ പിന്നെ ഉള്ളിക്ക് അങ്ങനത്തെ അതിൻ്റെ ആ ഒരു വരില്ല, ഉള്ളിക്കുള്ള ആ ഗതിയിട്ടാൽ. പുറത്തായതുകൊണ്ട് അങ്ങനെ ഒരു സുഖം നമുക്കുണ്ട്. പക്ഷേ ഉള്ളിലാവുമ്പോൾ നമ്മൾ തീമലെടുത്ത പണി തീരൂല്ല, അങ്ങനെയല്ലേ. പുറത്താകുമ്പോൾ ആ ഒരു സുഖം നമുക്ക് എന്തായാലും കിട്ടുന്നുണ്ട്. പാത്രങ്ങൾ അവിടുന്ന് തന്നെ കയറ്റി എടുത്ത് വെക്കുക. അപ്പോൾ ഇതാ JCB പണി തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. കല്ലൊക്കെ ഇങ്ങനെ എടുത്ത് വെക്കണുണ്ട്. ഇനി ബാക്കിയുള്ള പണി പോലെ അങ്ങനെ എടുക്കുക. അപ്പോൾ നമ്മൾ പുറത്തേക്ക് വല്ലാതെ അങ്ങനെ ഇറങ്ങിയിട്ട് ഉള്ളിൽ തന്നെ നിന്ന്. അപ്പോൾ അതാ ചാക്കിയൊക്കെ ചുളയരിഞ്ഞ് വെച്ച് ഇനി ഒന്ന് ചെറുതാക്കി അരിഞ്ഞെടുക്കുകയാണ്. പിന്നെ കുറേ ആൾക്കാർ ചോദിച്ചു നിങ്ങൾ മണ്ണിൻ്റെ പാത്രം മാത്രമാണ് ഉപയോഗിക്കേണ്ടതുണ്ട്. അപ്പോൾ നമ്മൾ മണ്ണിൻ്റെ പാത്രം മാത്രമൊന്നുമല്ല, നമ്മൾ കുക്കിംഗ് ചെയ്യുമ്പോൾ മണ്ണിൻ്റെ പാത്രം അധികം ഉപയോഗിക്കേണ്ടത് അങ്ങനെ തന്നെയാണ്. പിന്നെ ചില സമയങ്ങളിൽ നമുക്ക് എല്ലാം ഉപയോഗിക്കേണ്ട മണ്ണിൻ്റെ മാത്രം. ഇപ്പോൾ എല്ലാ സാധനവും മണ്ണിൻ്റെ ഒന്നും ഇല്ലല്ലോ.
പക്ഷേ ഇത് നമ്മളൊക്കെ കുറേ ഇതിനായിട്ട് വാങ്ങി കൂട്ടിയതോ അതൊന്നുമല്ല. കുറേ നമ്മൾ കുടിയിരിക്കലിന് തന്നെ നമുക്ക് കുറേ ഇങ്ങനെ ചട്ടി പാത്രം അങ്ങനെ കുറേ ഉണ്ടായി. നമ്മൾ മണ്ണിൻ്റെ അതൊരു രസമില്ല. അന്നേനെ നമ്മൾ വാങ്ങി ഇങ്ങനത്തെ ചോറിൻ്റെ കൊടുക്കുക, ചെറിയ ചെറിയ സാധനങ്ങൾ ചിലതൊക്കെ വാങ്ങി തന്നിട്ടാ. പിന്നെ ഈ പുതിയത് ചുവപ്പ് കാണുന്നത് നമ്മൾ വെക്കാത്ത പ്ലേറ്റ് ചെറിയ കൊണ്ടുവന്ന അതൊക്കെ നമ്മൾ പിന്നെ നമുക്ക് മുന്നൊരു യൂട്യൂബ് ചാനൽ ഉണ്ടായിരുന്നില്ല, അന്ന് വാങ്ങിയതാണ്. എന്നാലും ഇപ്പോഴുണ്ട്, കുറേ ആയി, 2-3-4 കൊല്ലമായിട്ട് ആ ഒരു ചാനലിൽ നമ്മൾ അന്ന് വീഡിയോ ചെയ്തിരുന്ന തന്നിട്ട് ഇതൊക്കെ. അപ്പോൾ പിന്നെ ഈ ഒരു കൂജ അത് നമ്മൾ പിന്നെ വാങ്ങി, നമ്മൾ പുറത്തേക്ക് കാണിച്ചിട്ട് നമ്മൾ വാങ്ങിയതെന്ന് പറയാൻ നമ്മളൊരു വീഡിയോ ചെയ്തിരുന്നില്ല, ചട്ടീൻ്റെയും ഒക്കെ ഒരു വീഡിയോ ചെയ്തിരുന്നില്ല ഇന്നൊരു കടയിൽ പോയിട്ട്. അപ്പോൾ അവിടുന്ന് നമ്മൾ വീഡിയോ ചെയ്ത് കാണാൻ മാത്രം ഇങ്ങനെ പോകുന്നാൽ അപ്പോൾ അവർക്കും തന്നെ എന്തെങ്കിലും ഒന്ന് ഇങ്ങനെ നമ്മൾ ചെല്ലുമ്പോൾ എന്തെങ്കിലും ഒന്ന് വാങ്ങുക അങ്ങനെയല്ല. അപ്പോൾ ഏതായാലും നമുക്കൊരു കൂജയ്ക്ക് ആവശ്യമുണ്ട്, തണുപ്പുള്ള വെള്ളം കുടിച്ചാൻ വേണ്ടിയിട്ട്. അപ്പോൾ അങ്ങനെ ഒരു കൂജി വാങ്ങിയതാണ്, അല്ലാതെ നമ്മൾ ഇതിനായിട്ട് ഉപയോഗിക്കാനായിട്ട് എല്ലാം കൂടെ വാങ്ങി കൂട്ടിയതല്ല കേട്ടോ. കുറേ സാധനം നമ്മളെടുത്തുള്ളത് തന്നെയാണ്. അപ്പോൾ അടുപ്പുമ്മ പിടിപ്പിച്ചാൽ സുഖമാണ്, കൈകാൻ സുഖമാണ്, കരി ആയാലും വേഗം പോകും, ആ ഒരു സുഖമൊക്കെ തന്നെയാണ്. അപ്പോൾ JCB അവിടെ പുറത്ത് നല്ല മാന്തിലുണ്ട്, അപ്പോൾ അതുകൊണ്ട് അതിൻ്റെ സൗണ്ട് നല്ല ഉണ്ടാവും ഞാൻ വോയിസ് എടുക്കുമ്പോൾ കേട്ടോ. കുഞ്ഞിടിയാറ് വരുമ്പോൾ എനിക്ക് അവിടെ ചക്കാന്ന് ചോദിച്ചു. അപ്പോൾ ഇതാ ചക്കിക്കും പിന്നെ മത്തം കൂട്ടാനിക്കും കൂടെ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തുകാണ്ട് കറിവേപ്പിൻ്റെ ഇലയും കടുകും ഉണക്കമുളക് പറഞ്ഞാൽ പച്ചമുളക് ചുവന്നത് ഇട്ടാൽ അതുകൂടെ ഇട്ട് കൊടുത്തുകാണ്ട് വറുത്തെടുക്കുകയാണ്. അപ്പോൾ ഇതാണ് ഇന്ന് നമുക്ക് ചോർക്ക് കൂട്ടാനിട്ട്. അപ്പോൾ ഋതുമാനക്ക് നമുക്ക് ഉള്ളി വാട്ടിക്കാണ്ട് മുട്ട പൊട്ടിച്ച് കണ്ട് അങ്ങനെ ഉണ്ടാക്കി കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മളെ വീഡിയോ ഇതൊക്കെ തന്നെയാണ്. വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്കും സബ്സ്ക്രൈബും കമൻറ്റും ചെയ്യാൻ മറക്കല്ലേ. അപ്പോൾ ഇഷ്ടമാണെങ്കിൽ കേട്ടോ. ഒരു മുട്ടല്ലോ കോഴിക്കോട് നിർത്തോണ്ട് കയ്യിൽ കൊള്ളണില്ല. അപ്പൊ എന്താ കട്ടിങ്ങനെ കീസി കിട്ടിയത് ഭാഗ്യം. അപ്പോൾ നമുക്ക് കുറച്ച് ചക്ക കൂട്ടാനും പിന്നെ അച്ചാറുണ്ട്. നമുക്ക് മാങ്ങ നാളുണ്ടായിരുന്നില്ല, മാങ്ങ അച്ചാറിട്ടത് കേട്ടാ. കുറേ ഉണ്ട്, നമ്മൾ ഫ്രിഡ്ജിൽ ഇങ്ങനെ വെച്ചേക്കാണ്. അതും കൂടെ കൂട്ടി നമ്മൾ തിന്നട്ടെ. ഋതുമോൻക്ക് ഇങ്ങനെ ഉണ്ടാക്കി കാണും കൊടുക്കുകയാണ്. അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും അസ്സലാമു അലൈക്കും.